സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 18 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന് വീണ്ടും ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജനതാ ഗ്യാരേജ്, പുലിമുരുകൻ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയമാണ് മോഹൻലാലിന് ജൂറി പരാമർശം നേടിക്കൊടുത്തത്. എന്നാൽ ഈ അവാർഡ് മോഹൻലാലിന് അർഹിച്ചതല്ല എന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ മോഹൻലാലിനെ വിമർശിച്ചവർക്ക് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. മോഹൻലാലിന് നിഷേധിക്കപ്പെട്ട അവാർഡുകൾ ചൂണ്ടിക്കാട്ടിയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: ദേശീയ അവാർഡ് 10 എണ്ണം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാന റൗണ്ടിൽ. 1988 പാദമുദ്ര, 89 ദശരഥം, 91 വാസ്തുകാര, 92 സതയം, 95 കാലാപ്പാനി, 97 ഇരുവർ, അങ്ങനെ ഒരു 6 എണ്ണം ഞാനൊക്കെ പത്രം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പേ മിസ്സായിപ്പോയി. ശ്രദ്ധിച്ചു തുടങ്ങിയതിൽ ആദ്യ നഷ്ടം 2005 ആയിരുന്നു. തന്മാത്രയിലെ അൾഷിമേഴ്സ് രോഗിയായ രമേശിനായുള്ള മോഹൻലാലിൻ്റെ പ്രകടനം അവസാന നിമിഷം വരെ അവാർഡ് പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും ഒടുവിൽ നടന്മാരുടെ പ്രായവും ഇനിയും അവാർഡ് നേടാനുള്ള സാധ്യതയും വരെ പരിഗണനാ വിഷയമാക്കിയ ജൂറി പുരസ്കാരമെന്ന് ബ്ലാക്കിലെ അഭിനയത്തിനെന്നും പറഞ്ഞ് അമിതാഭ് ബച്ചന് കൊടുത്ത് മാതൃകയായി കളഞ്ഞു. പിന്നെ 2007 പരദേശിയിലെ വലിയകത്ത് മൂസയിലൂടെ അങ്ങേര് ദേശീയ അവാർഡിൻ്റെ അവസാന റൗണ്ട് വരെ പിന്നെയും കയറിച്ചെന്നു. കാഞ്ചീപുരത്തിലെ പ്രകടനത്തിൻ്റെ പേരിൽ പ്രകാശ് രാജാണ് ഒപ്പമുണ്ടായിരുന്നത്. 8 അംഗ ജൂറിയിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നപ്പോൾ 2 പേർക്കും 4 വീതം വോട്ട് കിട്ടി. അവസാനം ചെയർമാൻ്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ അവാർഡ് തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ 2009 ഭ്രമരത്തിലൂടെ മോഹൻലാൽ വീണ്ടും ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെട്ടു. ശിവൻകുട്ടിയായുള്ള നടൻ്റെ പ്രകടനം അത്ഭുതകരമാണെങ്കിലും സ്കിസോഫ്രീനിക്കായ ആ കഥാപാത്രത്തിൻ്റെ പ്ലേസിംഗ് ശരിയായില്ലെന്നും സിനിമയുടെ കഥയൊട്ടും യുക്തിഭദ്രമായിട്ടില്ലെന്നുമൊക്കെയുള്ള ലൊട്ടിലൊടുക്ക് ന്യായം പറഞ്ഞാണ് ജൂറി അക്കുറി അങ്ങേർക്ക് അവാർഡ് കൊടുക്കാതിരുന്നത്. ഏറ്റവും ഒടുവിൽ പ്രണയത്തിലെ പ്രകടനത്തിന് 2011 ദേശീയ അവാർഡിനുള്ള പരിഗണന നേടുന്നത്. അത്തവണയും അവസാന നിമിഷം അവാർഡ് നിഷേധിക്കപ്പെട്ടു. കാരണം പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രണയത്തിലെ പ്രൊഫസർ മാത്യൂസ് ഒരു മുഴുനീള കഥാപാത്രമല്ലെന്നും സിനിമയിൽ ആ കഥാപാത്രത്തിൻ്റെ ദൈർഘ്യം തീരെ കുറഞ്ഞു പോയെന്നും അതുകൊണ്ട് അയാൾ ഒരു മെയിൻ ക്യാരക്ടറായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു അത്. അങ്ങനെ 10ാം തവണയും അങ്ങേരെ അവർ നൈസായെന്ന് ഒഴിവാക്കി കളഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും മൂപ്പർ കുലുങ്ങിയില്ല. ഒഴിവാക്കിയൊന്നും തഴഞ്ഞപ്പെട്ടെന്നും ചവിട്ടി താഴ്ത്തിയെന്നും എവിടെയും പരാതിപ്പെട്ടുമില്ല. പകരം വാശിയോടെ വീണ്ടും വീണ്ടും അഭിനയിച്ച് ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹിന്ദിയും തമിഴും പോലുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളോട് പൊരുതി 4 ദേശീയ അവാർഡ് ഈ കൊച്ചു മലയാളത്തിന് വാങ്ങിത്തന്നു. പിന്നെ സംസ്ഥാന അവാർഡുകളും അതൊരു 6 എണ്ണം ഇരിപ്പുണ്ട് അങ്ങേരുടെ അലമാരയിൽ. 6 എണ്ണം. ഓൾ ദി ബെസ്റ്റ് ലാലേട്ടൻ ഫോർ വിന്നിംഗ് സ്പെഷ്യൽ ജൂറി അവാർഡ്. സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്